ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ PG അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ എടുത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 10 വരെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ സമയം പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 10 എന്നുള്ളത് ഇനി അങ്ങോട്ടേക്ക് നീട്ടുമോ എന്നുള്ളത് ആ ഒരു ടൈമിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ അഡ്മിഷൻ എടുത്തവർ സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതായത് LSC ചൂസ് ചെയ്യാനുള്ള ഓപ്ഷന് തുടക്കത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഡിസ്ട്രിക്റ്റ്, അതായത് ജില്ല മാത്രം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ സെൻറ്റർ കൊടുക്കാനുള്ള അവസരം തരും. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ഗവൺമെൻറ് കോളേജ് ഇപ്രാവശ്യം LSC സെൻറ്ററായിട്ട് ഇല്ല എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. മലപ്പുറത്ത് വരുന്നത് ഒന്ന് അമൽ കോളേജ് നിലമ്പൂരും, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മലപ്പുറത്ത് വരുന്നത് PTM ഗവൺമെൻറ് കോളേജ് പെരിന്തൽമണ്ണ, അതുപോലെ മൂന്നാമതായിട്ട് വരുന്നത് ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രാമപുരം. ഈ 3 കോളേജാണ് LSC സെൻറ്ററായിട്ട് വരുന്നത്. ഈ LSC സെൻറ്റർ അല്ല എക്സാം സെൻറ്റർ എന്ന് കൂടെ മനസ്സിലാക്കി വെക്കാം. എക്സാം സെൻറ്റർ നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ 3 LSC സെൻറ്ററുകളാണ് വരുന്നത്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾ LSC സെൻറ്റർ ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് അടുത്തുള്ള ജില്ലയിലേക്ക് പോകാനാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ ആ ഒരു ജില്ലയിലെ LSC സെൻറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, PG ആയതുകൊണ്ട് തന്നെ മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. മലയാളത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എന്ത് ചെയ്യാം, മലയാളത്തിൽ എഴുതാം. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. മലയാളത്തിൽ എന്ത് ചെയ്യാം, ആൻസർ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ അഡ്മിഷൻ എടുത്തവർ അവരുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളെ ഇമെയിൽ ID പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ട് നോക്കുക. അവിടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയവരതൊക്കെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ 1 മാസത്തിൽ ഏറെയായി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് തുടക്കത്തിലൊക്കെ അഡ്മിഷൻ എടുത്തവരുടെയൊക്കെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഇമെയിൽ ID ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് നമുക്ക് മെയിലായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മെയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ പ്രൊഫൈൽ ഇടയ്ക്ക് കയറിയിട്ട് നിങ്ങളതും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി PGക്ക് 1ാം സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് 5 പേപ്പറാണ് വരുന്നത്. ഇവിടെ ഞാൻ MA സോഷ്യോളജിൻ്റെ പേപ്പേഴ്സാണ് പറയുന്നത്. 5 പേപ്പേഴ്സാണ് വരുന്നത്. ഒന്നാമത്തെ പേപ്പർ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറി, രണ്ടാമത്തെ ഒരു പേപ്പറാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച്, മൂന്നാമത്തേത് ഇന്ത്യൻ സോഷ്യോളജി, നാലാമത്തെ ഒരു പേപ്പർ എക്കണോമി, പൊളിറ്റി ആൻഡ് സൊസൈറ്റി, അഞ്ചാമത്തെ ഒരു പേപ്പറാണ് പ്രൊജക്റ്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇങ്ങനെ 5 പേപ്പറാണ് PGക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനായിട്ട് വരുന്നത്. ഈ പേപ്പർ കൂടെ അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന പേപ്പേഴ്സ്. ഇതിൻ്റെ മലയാളത്തിലെ ബുക്ക് കിട്ടുമോ എന്നുള്ളവർ പലരും ചോദിക്കുന്നുണ്ട്. മലയാളത്തിലെ ബുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റഡി മെറ്റീരിയലൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. അത് മലയാളത്തിലൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനൊക്കെ പറ്റും. ഇതിൽ കുറേയൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പഠിച്ച സമയത്ത് 3rd സെമ്മിൽ പഠിച്ചിട്ടുള്ള ആ ഒരു പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് പറയുന്നത് റിസർച്ച് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജി, ഇതൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ പേപ്പേഴ്സിലൊക്കെ വരുന്നത്. അപ്പോൾ അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് തന്നെയാണ് പഠിക്കാനായിട്ട് വരുന്നത്. എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് പഠിക്കാൻ ഉണ്ട് താനും. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. PGക്കുള്ള ഒരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഇതെന്തായാലും ഞാൻ ഗ്രൂപ്പിൽ എടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നോക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ പേപ്പറിൻ്റെ നെയിം ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി, അതിൻ്റെ ഒരു PYQ ആണ് ഇത്.
അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് 80-20 അതല്ലെങ്കിൽ 60-15 ഈ മെത്തേഡിലായിരുന്നു അവിടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ SGOയിൽ 70-30 എക്സാം നടക്കുന്നത്. അതായത് 70 മാർക്ക് നമുക്ക് എഴുത്ത് പരീക്ഷയും 30 മാർക്ക് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MCQ നമ്മൾ കൊടുത്തിരുന്നതിന് പകരം ഇവിടെ നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓരോ പേപ്പേഴ്സിനും അസൈൻമെൻറ്റ് എഴുതിയിട്ട് അത് സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ ആ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റുന്ന, അതായത് നമ്മൾ പഠിക്കുന്ന ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അസൈൻമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ 70 മാർക്കിന് നടക്കുന്ന ഈ ഒരു എക്സാമിന് ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് 2.5 മണിക്കൂറായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ടൈം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ 3 മണിക്കൂറാണ് നമുക്ക് സമയം അനുവദിച്ചിട്ടുള്ളത് 70 മാർക്കിൻ്റെ എക്സാമിന്. ഇതിൽ 4 സെക്ഷനായിട്ടാണ് എക്സാം നടക്കുന്നത്. A സെക്ഷൻ, B സെക്ഷൻ, C സെക്ഷൻ, D സെക്ഷൻ. ഇതിൽ A സെക്ഷനിൽ 15 ക്വസ്റ്റ്യനാണ് വരിക. A സെക്ഷനിൽ 15 ക്വസ്റ്റ്യൻ വരും. ഈ 15 ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയുന്ന 10 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ആ ഒരു 10 ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുക. അങ്ങനെ 10 മാർക്കാണ് A സെക്ഷനിൽ. അപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ B സെക്ഷനിൽ നമുക്ക് 10 ക്വസ്റ്റ്യനാണ് വരുന്നത്. B സെക്ഷനിൽ 10 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഈ 10 ക്വസ്റ്റ്യനിൽ നമ്മൾ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് അറിയുന്ന 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഈ 5 ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് വീതമാണ് ലഭിക്കുക. അങ്ങനെ 10 മാർക്ക്. പിന്നെ മൂന്നാമത്തെ സെക്ഷനിൽ നമുക്ക് 8 ക്വസ്റ്റ്യനാണ് വരുന്നത്. 8 ക്വസ്റ്റ്യൻ വരുന്നതിൽ നമ്മൾ 5 ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്താൽ മതി. ഏതെങ്കിലും നമുക്കറിയുന്ന 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഈ 5 ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ് ലഭിക്കുക. അങ്ങനെ ടോട്ടൽ 20 മാർക്ക്. അപ്പോൾ A, B, C സെക്ഷനിൽ ഇപ്പോൾ എത്രയായി? 40 മാർക്കായി. ഇനി D സെക്ഷനിൽ നമുക്ക് 6 ക്വസ്റ്റ്യനാണ് വരുന്നത്. SA ആണ് വരുന്നത്. 6 ക്വസ്റ്റ്യനാണ് വരുന്നത്. ഇതിൽ നമ്മൾ 3 ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്താൽ മതി. 3 ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യൻസിന് 10 മാർക്ക് വീതമാണ് ലഭിക്കുക. ഇവിടെ അങ്ങനെ ടോട്ടൽ 30 മാർക്ക് ലഭിക്കും. അങ്ങനെയാണ് ടോട്ടൽ ഇത് 70 മാർക്കിന് എക്സാം നടക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയാം നമുക്ക്. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സമയം 3 മണിക്കൂറും ഉണ്ട് അല്ലേ. ആദ്യത്തെ ഇതിൽ എന്താണ് 15 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 15 ക്വസ്റ്റ്യനിൽ ഇനി 10 ക്വസ്റ്റ്യൻ അല്ലേ, 10 ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. B സെക്ഷനിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. C സെക്ഷനിൽ 8 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഏതെങ്കിലും നമുക്കറിയുന്ന 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. D സെക്ഷനിൽ 6 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഏതെങ്കിലും 3 ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്താൽ മതി. ഇതാണ് SGOയിലെ PGൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇതും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. പിന്നെ PG എന്ന് പറയുന്നത് 4 സെമ്മുകളായിട്ട് നടക്കുന്നതാണ്. 2 വർഷത്തെ കോഴ്സാണ് PG കോഴ്സ്. അപ്പോൾ PGൻ്റെ അഡ്മിഷൻ സമയത്തെ ഫീസ് എന്ന് പറയുന്നത് 5270 രൂപയാണ് അഡ്മിഷൻ സമയത്തെ ഫീസ് വരുന്നത്. പിന്നീട് ഓരോ സെമ്മിനും, അതായത് പിന്നെ 3 സെമസ്റ്ററിനായിട്ട് നമുക്ക് 3500 രൂപ വീതം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പുറമെ പരീക്ഷാ ഫീസ് 4 സെമ്മിനും ഓരോ സെമ്മിനായിട്ട് പരീക്ഷാ ഫീസും വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫീയും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എത്രയൊക്കെ ഫീ വരുന്നുണ്ട് എന്നുള്ളതും അറിഞ്ഞിട്ട് വേണം എടുക്കാൻ. ടോട്ടലായിട്ട് നമുക്ക് 2 വർഷം PG ചെയ്യാനായിട്ട് 21,290 രൂപ ടോട്ടൽ ചാർജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ യൂണിവേഴ്സിറ്റി നടത്തുന്നതിനനുസരിച്ച് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.